നമസ്കാരം. മണിച്ചിത്രത്താഴ് സിനിമയാണോ? ശോഭനയുടെ അഭിനയം വെറും കോപ്രായമായിരുന്നു. അവരുടെ ഡാൻസ് പ്രോഗ്രാം ഒക്കെ ഒട്ടും നിലവാരമില്ലാത്തതാണ്. ഇങ്ങനെയൊക്കെയുള്ള നിലവിളികളാണ് ഇപ്പോൾ എവിടെയും കേൾക്കാനുള്ളത്. ശോഭന അഭിനയിച്ചത് കൊണ്ട് വല്യേട്ടൻ സിനിമ ഇനി മുതൽ കൈരളി സംപ്രേഷണം ചെയ്യുന്നത് നിർത്തിയേക്കും എന്നൊക്കെയാണ് കേൾക്കുന്നത്. അല്ല, എന്താണ് അവർ ചെയ്തൊരു കുറ്റം? ഇന്ത്യൻ പ്രധാനമന്ത്രി പങ്കെടുത്ത ചടങ്ങിൽ കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ച് പോസിറ്റീവായി സംസാരിച്ചു പോയതാണ്. കേരളത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് അനുകൂലമായി സംസാരിച്ചാൽ എന്ത് സംഭവിക്കുമോ അത് തന്നെ സംഭവിച്ചു. ഇപ്പോൾ ശോഭനയെ ഒരു കൂട്ടം ആൾക്കാർ അസഭ്യ വർഷത്തിലൂടെയാണ് പരാമർശിക്കുന്നത്. കമ്മ്യൂണിസ്റ്റുകളും ഇസ്ലാമിക തീവ്രവാദികളുമൊക്കെ സൈബർ അറ്റാക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മാധ്യമങ്ങളാകട്ടെ ശോഭനയ്ക്കെതിരെ ആഞ്ഞടിക്കുന്നു. ആകെ മൊത്തത്തിൽ ഒരു ബഹളം തന്നെ. ഇപ്പോൾ ബഹളം ഉണ്ടാക്കുന്ന ആളുകളാണ് 2 മാസം മുമ്പ് ഇസ്രയേലിൽ കയറി അല്ലാഹു അക്ബർ വിളികളോടെ നിരപരാധികളായ ആയിരക്കണക്കിന് പിഞ്ചു കുഞ്ഞുങ്ങളെയും വൃദ്ധരെയും കൂട്ടക്കൊല ചെയ്യുകയും പലസ്തീനിലെ മുസ്ലിം തീവ്രവാദ സംഘടനയായ ഹമാസ് തീവ്രവാദി നേതാവിനെ കൊണ്ട് കേരളത്തിൽ തീവ്രവാദ പ്രസംഗം നടത്തുകയും പരസ്യമായി ഇസ്ലാമിക തീവ്രവാദത്തിന് പിന്തുണ നൽകുന്ന റാലികൾ നടത്തുകയും ചെയ്തത് എന്ന് ഓർക്കണം. അതായത്, ഇന്ത്യ എന്ന രാജ്യത്ത് ജീവിക്കുകയും ഇന്ത്യയുടെ ജനാധിപത്യത്തിന്റെ എല്ലാ സുഖങ്ങളും അനുഭവിക്കുകയും ചെയ്യുന്നവർ ഒരു വശത്ത് പരസ്യമായി ഇസ്ലാമിക തീവ്രവാദത്തിന് പിന്തുണ നൽകുകയും മറുവശത്ത് ഇന്ത്യൻ ജനത ജനാധിപത്യപരമായി തിരഞ്ഞെടുത്ത ഭരണാധികാരി പങ്കെടുക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കുന്നവരെ ക്രൂരമായി അവഹേളിക്കുകയും ചെയ്യുന്നു. 80% വരുന്ന ജനതയുടെ വിശ്വാസമായ അയോധ്യയിലെ രാമക്ഷേത്ര സന്ദർശനം നടത്താൻ പോകുന്നവരാകാം ഇവരുടെ അടുത്ത ടാർഗറ്റ്. ത്രിപുരയിൽ കേരളത്തെക്കാൾ കൂടുതൽ സാക്ഷരതയുണ്ടെന്ന് സഖാക്കൾ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ തിരഞ്ഞെടുപ്പിൽ BJP വിജയിച്ചതോടെ ത്രിപുരക്കാർ വിവരമില്ലാത്ത ജനതയായി മാറി. നരേന്ദ്രമോദിക്ക് ഗുജറാത്തിനപ്പുറം വളരാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് പല മാധ്യമങ്ങളും ചർച്ച നടത്തി വിധി പറഞ്ഞതൊക്കെ മറക്കാൻ കഴിയുമോ? ഗുജറാത്ത് വികസനം പഠിക്കാൻ പോയ കേരളത്തിലെ മുൻമന്ത്രിയെ വളഞ്ഞിട്ട് ആക്രമിച്ചവർ തന്നെ ഇപ്പോൾ ഗുജറാത്ത് മോഡൽ പഠിക്കാൻ പോകുന്നു. നരേന്ദ്രമോദിയെ കേരളത്തിൽ കയറ്റുകയില്ല. അമിത്ഷാ കേരളത്തിൽ കാലുകുത്തണമോ എന്ന് ഞങ്ങൾ തീരുമാനിക്കും എന്നൊക്കെയുള്ള ഗീർവാണമൊക്കെ ഓർമ്മയില്ലേ? എല്ലാ മേഖലയിലും ഇപ്പോൾ BJP കരുത്താർജിക്കുകയാണ്. ദീപാവലിക്ക് വാട്സപ്പ് സ്റ്റാറ്റസ് ഇട്ടാൽ സംഘി എന്ന് വിളി കേൾക്കുമോ എന്ന് ഭയന്നിരുന്നവരൊക്കെ ഇന്ന് ദീപാവലിയും ഹോളിയും ദസറയും ഒക്കെ വളരെ ഗംഭീരമായി തന്നെ ആഘോഷിക്കുന്നു. ഒരു 10 വർഷം മുമ്പ് വരെ അവരുടേതായ മേഖലകളിൽ മാത്രം ഒതുങ്ങി നിന്ന് പ്രവർത്തനം നടത്തിയ സംഘപരിവാർ ഇപ്പോൾ കേരളത്തിൽ എല്ലാ മേഖലകളിലും എത്തിയിരിക്കുന്നു. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. ബൈ ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്.